ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഭീഷണിയായി പാർത്തീനിയം വിഷച്ചെടി. വർഷങ്ങളായി പാർത്തീനിയം റോഡ് വക്കിലും കൃഷിയിടങ്ങളിലും പടരുകയാണ്. ഈ വിഷസസ്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കാര്യക്ഷമമായ കർമ്മ പദ്ധതി ഉണ്ടാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇടുക്കി ജില്ലയുമായി തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പാർത്തീനിയം എന്ന വിഷസസ്യത്തിന്റെ വ്യാപനം കർഷകർക്കും പൊതുജനങ്ങൾക്കും കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. കുമളി, കരുണാപുരം, മറയൂർ, ശാന്തൻപാറ, രാജാക്കാട്, രാജകുമാരി തുടങ്ങി 10ഓളം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ അധിനിവേശ സസ്യം വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന ചരക്കുവാഹനങ്ങളായിരുന്നു ഈ വിഷച്ചെടിയുടെ പ്രധാന വാഹകർ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഭക്ഷ്യവിളകൾക്കും ധാന്യങ്ങൾക്കും പച്ചക്കറികൾക്കും ചാണകമുൾപ്പെടെയുള്ള ജൈവവളങ്ങൾക്കുമൊപ്പമാണ് പാർത്തീനിയത്തിന്റെ വിത്തുകൾ ഇടുക്കിയിലെ കൃഷിഭൂമികളിലേക്കും റോഡ് വക്കുകളിലേക്കും എത്തിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനുകൂല സാഹചര്യങ്ങളിൽ ഇവ അതിവേഗം പെരുകുകയും തോട്ടങ്ങളിലും തരിശുഭൂമികളിലും സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ഒരുപോലെ ഹാനികരമാണ് പാർത്തീനിയം ചെടികൾ. മനുഷ്യരുടെ ചർമ്മത്തിൽ ചൊറിച്ചിൽ, അലർജി, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുണ്ടാക്കാൻ പാർത്തീനിയം വഴിയൊരുക്കുന്നു. ഇത് തുമ്മല്, ചുമ, ശരീരത്തിൽ ചെറിയ ചെറിയ ചൊറിഞ്ഞുണ്ടാകുന്ന പാടുകളുണ്ടാകാം. ഈ പാടുകൾ ക്രമേണ വെളുത്ത ദ്രാവകം ഒലിച്ചു വരുന്ന രീതിയിലുള്ള എക്സീമ എന്നതിന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ വരുന്നത് ഉണ്ടാവാം. പിന്നെ തുമ്മൽ ഉണ്ടാകുന്നതോടെ അവർക്ക് അതിൻ്റെ അടുത്തായിട്ട് വരാൻ പോകുന്നത് ആസ്മയായിട്ട് മാറുക. അതാണ് അടുത്തോടെ ഉണ്ടാകുന്നത്. പിന്നെ പൊതുവേ ഇത് ഈ മാട് കൃഷിക്കാർ ധാരാളം അതിന് വേണ്ടിയിട്ടുള്ള പുല്ല് ശേഖരിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും അറിയാതെ കട്ട് ചെയ്ത് ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നവർക്കും ഇതിൻ്റെ അലർജി, അതിൻ്റെ എഫക്റ്റുകൾ ധാരാളം വരാം. ഇതുകൊണ്ട് പോത്തിന് കൊടുത്താൽ പശുവിനും ഇതിൻ്റെ പേരിലുള്ള ചില സൈഡ് എഫക്ട്സ്, ദഹനക്കുറവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കേണ്ടത് ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാകും. മൃഗങ്ങളുടെ വായിലും തൊലിപ്പുറത്തും പുണ്ണുകൾ, വിശപ്പില്ലായ്മ, പശുക്കളുടെ പാലുൽപാദനത്തിൽ വലിയ കുറവ് എന്നിവയ്ക്കും ഈ ചെടിയുമായുള്ള സമ്പർക്കം കാരണമാകുന്നു. മണ്ണിലെ പോഷകാംശം വലിച്ചെടുത്ത് മറ്റു വിളകളുടെ വളർച്ച പാർത്തീനിയം തടയുകയാണ്. മല്ലിച്ചെടിയോട് വളരെയധികം സാമ്യമുള്ള ഇലകളും ചെറിയ വെള്ള പൂക്കളുമാണ് ഇതിനുള്ളത്. ഒരു ചെടി പൂവിടുമ്പോൾ ആയിരക്കണക്കിന് വിത്തുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവ കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും വളരെ എളുപ്പത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നു. ഈ പാർത്തീനിയം ചെടി കണ്ടാൽ ഏതാണ്ട് മല്ലി ഇല ഇങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് പെട്ടെന്ന് കണ്ടെത്തുന്നത്. പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒരു ജനകീയ പ്രശ്നമായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. പാർത്തീനിയത്തെ പ്രതിരോധിക്കാൻ ഒറ്റപ്പെട്ട ശ്രമങ്ങൾ പര്യാപ്തമല്ല. പഞ്ചായത്തുകളുടെയും കൃഷിവകുപ്പിന്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും നേതൃത്വത്തിൽ സമഗ്രമായ നിർമ്മാർജ്ജന യജ്ഞം ആരംഭിക്കേണ്ടതുണ്ട്. ഈ പാർത്തീനിയം എന്ന കുറ്റിച്ചെടി വ്യാപകമായ നാശങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെയെല്ലാം ക്ഷീര മേഖല കൂടിയാണ്. ക്ഷീര കർഷകർ പുല്ല് ചെത്താനൊക്കെ ഇറങ്ങുന്നവർക്ക് ഇതിലൂടെ അലർജി ഉണ്ടാവുകയും ശരീരങ്ങൾ ചൊറിഞ്ഞു തടിക്കുകയും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നശിപ്പിക്കുക എന്നത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. കയ്യുറകളും മാസ്കും ധരിച്ച് പൂവിടുന്നതിന് മുമ്പേ തന്നെ ഇവ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.